അവധിക്കാലമായിട്ടും സലാലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കാതെ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇതിനെതിരെ പ്രവാസികളിൽ പ്രതിഷേധം ശക്തമാകുന്നു. പൊതുവേദിയായ ലീഡേഴ്സ് ഫോറം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കഴിഞ്ഞ മാർച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ സലാല സർവീസുകൾ ഇതുവരെയും ആരംഭിക്കാതെ മലയാളി പ്രവാസികളെ വട്ടം കറക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ജൂൺ 12 ഇവിടെ വാർഷിക സ്കൂൾ അവധി ആരംഭിക്കുന്നത്. എന്നാൽ ഇതുവരെയും സർവീസ് പുനരാരംഭിക്കുമെന്ന ഒരു സൂചനയുമില്ല. തീർച്ചയായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ കാലം മുതൽ നമുക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പെട്ടെന്ന് നിർത്തലാക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി അനുബന്ധിച്ചെങ്കിലും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പം നല്ലൊരു റേറ്റിൽ ഇവിടുന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് എത്രയും പെട്ടെന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാവരും ആശ്വാസമാവും മാറും. എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും നടത്തിയിരുന്ന സർവീസുകൾ സലാല മലയാളികളുടെ നാടണയാനുള്ള ഏക മാർഗമായിരുന്നു. ഇതാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ അവസാനിപ്പിച്ചത്. കാര്യങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ ഫ്യൂൽ കോസ്റ്റും അതുപോലെ മറ്റ് ഇൻഷുറൻസും മറ്റേതായിട്ട് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെന്ന് പറഞ്ഞത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ സർവീസ് പാടെ നിർത്തുകയല്ല വേണ്ടത്. ഒരു 10-15 റിയാൽ കൂട്ടിയാലും കുഴപ്പമില്ല, സർവീസ് പുനരാരംഭിക്കുകയാണ് വേണ്ടത്. അത് വലിയൊരു ആശ്വാസവും. ഇപ്പോൾ ഖരീഫ് സീസണാണ് വരുന്നത്. പ്രവാസി സംഘടനകളുടെ പൊതുവേദിയായ ലീഡേഴ്സ് ഫോറം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. എലൈറ്റ് റെസ്റ്റോറൻറ്റിൽ നടന്ന പരിപാടി ഡോക്ടർ കെ സനാതനൻ, റസൽ മുഹമ്മദ്, CV സുദർശനൻ എന്നിവർ നിയന്ത്രിച്ചു. കൺട്രി ഹെഡ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നിവേദനങ്ങൾ നൽകാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത രാജ്യങ്ങളിൽ പോയിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം. ജനങ്ങൾക്ക് കുറേ കൂടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ട അടിയന്തര നടപടിയാണ് നമുക്ക് വേണ്ടത്. നേരത്തെ KMCC, പ്രവാസി വെൽഫെയർ എന്നീ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. നമ്മൾ കേരള മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട MP-മാരായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവർക്കും നിവേദനം ഇമെയിലായിട്ട് അയച്ചു. നാട്ടിലെ നമ്മുടെ നേതാക്കൾ വഴി പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശനുമായി സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട സമ്മർദ്ദം ചെലുത്തി വരികയാണ്. ഉയർന്ന നിരക്കിൽ മസ്കത്ത് വഴിയുള്ള നാട്ടിൽ പോക്ക് സാധാരണ പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മാറിയ സാഹചര്യത്തിൽ വൈകാതെ തന്നെ സലാല സർവീസുകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ പ്രവാസികൾ. KA സലാഹുദ്ദീൻ, മീഡിയ 1, സലാല.